കൃഷ്ണപുരം തെക്കൻകാവ് വനദുർഗാദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം ചൊവ്വാഴ്ച ആരംഭിക്കും. സതീഷ് ചന്ദ്രൻ മുട്ടത്തറയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 2-ന് യജ്ഞം സമാപിക്കും. കൃഷ്ണപുരം തെക്കൻകാവ് വനദുർഗാദേവി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമാകുന്നത്. ഈ മാസം 25 മുതൽ ഡിസംബർ 2 വരെയാണ് സപ്താഹയജ്ഞം. ക്ഷേത്രത്തിൽ 3-4 തീയതികളിൽ തൃക്കാർത്തിക മഹോത്സവവും നടക്കും. സതീഷ് ചന്ദ്രൻ മുട്ടത്തറയാണ് യജ്ഞാചാര്യൻ. ഉണ്ണികൃഷ്ണൻ അഷ്ടപതി യജ്ഞഹോതാവും പുനലൂർ രാജീവ്, മെഴുവേലിയാനു, ശിവപുരി ജയകുമാർ എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. 25-ന് വൈകിട്ട് 6:30-ന് തന്ത്രി പുറപ്പേരില്ലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വിഗ്രഹഘോഷയാത്ര യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 24-ാം തീയതി രാവിലെ 7 മണിക്ക് ചേരാവള്ളി അമ്പലത്തിൽ നിന്നും ആരംഭിച്ച് സമീപത്തെ മികച്ച ക്ഷേത്രങ്ങളായ വലിയ ക്ഷേത്രങ്ങളായ പുള്ളിക്കണക്ക്, ചേരാവള്ളി, അതുപോലെ തന്നെ കൊറക്കാവ്, ഓച്ചിറ അമ്പലം, കൃഷ്ണപുരം അമ്പലം അങ്ങനെ തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് 25-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് തന്ത്രി ഭദ്രദീപം തെളിയിക്കുന്നതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശ്രീ അജുകുമാർ ദേവസ്വം സദ്യാലയത്തിൽ ആനക്കൊട്ടിലിലൊക്കെ ഉദ്ഘാടനം നടത്തുകയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ യജ്ഞ ആചാര്യൻ അതിൻ്റെ മഹാത്മ്യ പ്രഭാഷണം, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം, അങ്ങനെ നിരവധി പരിപാടികളാണ് അന്നേ ദിവസം നടക്കുന്നത്. 7 ദിവസം നടക്കുന്ന സപ്താഹത്തോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ, വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ 3 നേരവും നടക്കുന്ന ഭോജനശാലയിൽ നടക്കുന്ന അന്നദാനം, അതുപോലെ തന്നെ കാർത്തിക പൊങ്കാലയ്ക്കും അതുപോലെ തന്നെ കാർത്തിക ഉത്സവത്തിനും വേണ്ട വിപുലമായ ഒരുക്കങ്ങൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 3-4 മാസമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സ്വാമി സുനിൽ സിത്താർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. കാവിലമ്മയുടെ ഐതിഹ്യ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.